വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയുടെ മലബാറിലെ വൈദിക പരിശീലന കേന്ദ്രമായ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി രജത ജൂബിലി വർഷത്തിലേക്ക്. ജൂബിലി വത്സര ഉദ്ഘാടനം സെമിനാരിയിൽ നടന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് മറ്റ് ആഘോഷ പരിപാടികളും നടന്നു. സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അധ്യക്ഷത വഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി റെക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി, ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയമറ്റം, കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, നസ്രത്ത് സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ജസീന്ത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നല്ല ഇടയനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ നിൽക്കുന്നു, അവൻ ആരുടെയും കണ്ണുനീർ വീഴ്ത്തിയില്ല, മറിച്ച് സ്വന്തം രക്തം ബലിയായി കൊടുത്ത് നല്ല ഇടയനായി മാറി എന്ന സമ്മേളനത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ 2000 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ച കാനോനിക വിജ്ഞാപനം വഴിയാണ് സെമിനാരി സ്ഥാപിതമായത്. തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് വലിയമറ്റം കുന്നോത്ത് സാന്തോം എസ്റ്റേറ്റിൽ നിന്ന് ദാനമായി നൽകിയ 20 ഏക്കർ സ്ഥലത്താണ് സെമിനാരി നിർമ്മിച്ചത്. നസ്രത്ത് സിസ്റ്റേഴ്സ് താൽക്കാലികമായി നൽകിയ കെട്ടിടത്തിലാണ് ആദ്യത്തെ 2 വർഷങ്ങളിൽ സെമിനാരി പ്രവർത്തിച്ചത്. 2003 ജൂലൈ 18 മുതൽ സ്വന്തം കെട്ടിടത്തിൽ സെമിനാരി പ്രവർത്തനം ആരംഭിച്ചു. വിവിധ ഘട്ടങ്ങളിലായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2023 ജൂൺ മാസത്തിൽ പൂർത്തിയായി. സീറോ മലബാർ സിനഡ് നിയോഗിക്കുന്ന മെത്രാന്മാരുടെ 3-അംഗ സമിതിയാണ് സെമിനാരിയുടെ ഉന്നത നേതൃത്വം. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തമാരായിരുന്ന മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് ഞറളക്കാട്ട് എന്നിവർ ഇക്കാലഘട്ടത്തിൽ സെമിനാരിയുടെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ, ഫാദർ ജോർജ് പുളിക്കൽ, ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, ഫാദർ എമ്മാനുവേൽ ആട്ടിൽ എന്നിവർ സെമിനാരിയുടെ റെക്ടർമാരായിരുന്നു. മാർ ജോസഫ് പാംപ്ലാനി ചെയർമാനും മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നിവർ അംഗങ്ങളുമായ സിനഡിൽ കമ്മീഷനാണ് സെമിനാരിയുടെ ഇപ്പോഴത്തെ ഉന്നത അധികാര സമിതി. ഫാദർ ജേക്കബ് ചാണിക്കുഴിയാണ് റെക്ടർ. സെമിനാരിയുടെ തത്വശാസ്ത്ര വിഭാഗം പൂനെയിലെ ജ്ഞാനദീപ വിദ്യാപീഠവുമായും ദൈവശാസ്ത്ര വിഭാഗം കോട്ടയത്തെ പൗരസ്ത്യ വിദ്യാപീഠവുമായും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനോടകം 386 വൈദികരാണ് ഇവിടെ പരിശീലനം നേടിയിട്ടുള്ളത്. ഇപ്പോൾ 175 വിദ്യാർത്ഥികളും 15 വൈദികരുമാണ് ഇവിടെയുള്ളത്. ജൂബിലി വർഷത്തിൽ അന്തർദേശീയ സെമിനാറുകൾ, ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ മേജർ സെമിനാരികളെ ഉൾപ്പെടുത്തി കലാസാഹിത്യ മത്സരങ്ങൾ, കായികമേള എന്നിവ വിഭാവന ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവ്, ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി 25ാമത്തെ വർഷത്തിലേക്ക്, ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ നിമിഷം പിതാവിന് പറയാനുള്ളത്. ഈ മലബാറിൻ്റെ മണ്ണിൽ ഒരു മേജർ സെമിനാരി എന്ന സങ്കല്പം യാഥാർത്ഥ്യമായതിൻ്റെ 25 വർഷമാണിത്. തീർച്ചയായും ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി എന്നത് ഏറെ അർത്ഥപൂർണമായ ഒരു സെമിനാരി പരിശീലന കേന്ദ്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇതിൻ്റെ ആരംഭം മുതൽ ഇവിടുത്തെ ഒരു അധ്യാപകനായിരുന്നതിൻ്റെ അനുഭവ പരിജ്ഞാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഈ മേജർ സെമിനാരി സഭയ്ക്ക് നൽകുന്ന സംഭാവനകൾ വളരെ നിസ്തുലമാണ്. സെമിനാരി വിദ്യാർത്ഥികൾക്കൊക്കെയും വ്യക്തിപരമായ അറ്റൻഷൻ നൽകിക്കൊണ്ട് സെമിനാരി പരിശീലനത്തിന് പുതിയ ദിശാബോധം നൽകാൻ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് അന്വർത്ഥമാക്കുമാർ സഭയ്ക്ക് അനുഗ്രഹമാകുന്ന നല്ല ഇടയന്മാർ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഈ മേജർ സെമിനാരിക്ക് കഴിഞ്ഞു എന്നുള്ളത് സഭ ഏറെ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും അനുസ്മരിക്കുന്ന സത്യമാണ്. ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം മാത്രമാണ് ഇന്ന്. ഈ ഒരു വർഷം ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് പുതിയ പ്രവർത്തനങ്ങളോ പദ്ധതികളൊക്കെ മേജർ ഈ സെമിനാരിയിൽ. ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇന്ന്. അത് സംബന്ധിച്ച് വിവിധങ്ങളായ കർമ്മ പദ്ധതികൾ ജൂബിലി കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് വിവിധ പഠന മേഖലകളിലുണ്ടാകും, സിമ്പോസിയങ്ങൾ, പഠനങ്ങൾ, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുണ്ടാകും. സെമിനാരിക്കാരുടെ വ്യക്തിപരമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളുണ്ട്. വിവിധങ്ങളായ പദ്ധതികൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ജൂബിലി ആഘോഷം ക്രമീകരിച്ചിരിക്കുന്നത്. താങ്ക് യു. തലശ്ശേരി അതിരൂപതയുടെ എമിരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മലയറ്റം പിതാവ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. പിതാവെ, ഗുഡ് ഷെപ്പേർഡ് കുന്നോത്ത് മേജർ സെമിനാരി 25 വർഷ ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സമയം പിതാവിന് പറയാനുള്ളത്. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി ജൂബിലി വർഷം ആരംഭിക്കുന്നു എന്ന രീതിയിൽ ഒത്തിരി സന്തോഷമുണ്ട്. ജൂബിലി എപ്പോഴും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുന്നതിനും
അവിടുത്തെ ജനങ്ങൾക്ക് നന്ദി പറയുന്നതിനും നമ്മുടെ ഭാഗത്ത് വന്നിവിടെ കുറവുകൾക്ക് മാപ്പ് ചോദിക്കുന്നതിനും ഭാവിയിൽ ദൈവത്തിന് ഇഷ്ടമനുസരിച്ചെല്ലാം പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുന്നതുമായ ഒരു അവസരമാണ്. ഈ കുട്ടപ്പേട് മേജർ സെമിനാരി ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിപാലനയിലൂടെ ഒരു അടയാളമണി കാണുന്നു. മലബാറിലേക്ക് കുടിയേറിയ കാലത്ത് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അഭിമന്യ വെള്ളോപ്പള്ളി പിതാവ് ഈ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സ്ഥാനമെടുക്കുന്നത്. എല്ലായ്മയിൽ നിന്നും ഇന്ന് ഒരു വലിയ അതിരൂപതയായിട്ട് ഈ രൂപത വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സെമിനാരി ആരംഭിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒന്നുമില്ലായിരുന്നു. ഇല്ലായ്മയിൽ നിന്നാണ് സിറോ മലബാർ സഭയുടെ സിനഡിൻ്റെ അനുവാദത്തോടുകൂടി ഈ സെമിനാരിക്ക് പ്രാരംഭം കുറിച്ചത്. ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള നമ്മുടെ വിശ്വാസം ഫലമണിഞ്ഞ് കാണുന്നതിൽ ദൈവത്തിന് പ്രത്യേകമായിട്ടൊരു പരിപാലനം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിയ ദൈവത്തിൻ്റെ ദാനമായിട്ട് ഞാൻ ഈ കുട്ടപ്പേട് സെമിനാരി കാണുകയാണ്. ഈ സെമിനാരി സിറോ മലബാർ സഭയുടെ 3ാമത്തെ മേജർ സെമിനാരിയാണ്. ഇവിടെ ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഫിലോസഫി ബ്ലോക്കും തിയോളജി ബ്ലോക്കും ഡീക്കൻസ് ബ്ലോക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ലൈബ്രറിയും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അവസരമാണ് ഇത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുവാദം നൽകിയ അഭിമന്യ വിദ്യത്തിൽ പിതാവിനെയും തുടർന്ന് പ്രോത്സാഹിപ്പിച്ച ആലഞ്ചേരി പിതാവിനെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുന്നു. സീറോയിൽ ആരംഭിച്ച സെമിനാരിയുടെ ഇല്ലായ്മയിൽ ഇതിന് രൂപം കൊടുക്കുന്ന പ്രൊഫസർ ആദ്യത്തെ റെക്ടർ കുഴിഞ്ഞാലി അച്ഛനെയും കുഴിഞ്ഞാലച്ഛൻ പ്രവർത്തിച്ച പ്രൊക്രേറ്റർ വെട്ടിക്കൽ അച്ഛനെയും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റഡികൾ ഡീനായിരിക്കുന്ന നീണ്ടൂർ അച്ഛനെയും അധ്യാത്മ പിതാവായിട്ട് സൈമൺ വെള്ളപ്പള്ളി അച്ഛനെയും ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഈ സെമിനാരി ആരംഭിക്കുന്നത് മഞ്ചൽ സെമിനാരി ആരംഭിക്കുന്നത് നസ്രത്ത് സഹോദരിമാരുടെ ന്യൂഷീറ്റ് ഹൗസിലായിരുന്നു. അവർ വളരെ വിശാലമായ മനസ്സിലൂടെ ആ സെമിനാരി ആരംഭിക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് തന്നു. നസ്രത്ത് സഹോദരിമാരുള്ള പ്രത്യേകമായിട്ടുള്ള കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ. അതിനുശേഷം ഈ സെമിനാരി റെക്ടർമാരായിരുന്ന എല്ലാ റെക്ടർമാരെയും എല്ലാവരുടെയും പേര് ഇവിടെ ആവർത്തിക്കുന്നില്ല, എല്ലാ റെക്ടർമാരെയും പ്രൊഫസർമാരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ സെമിനാരിയിൽ നിന്നും വൈദികരായിട്ടുള്ള എല്ലാ വൈദികരെയും ഞാൻ പ്രത്യേകം ഓർക്കുകയും ഈ സെമിനാരിയുടെ ഉദ്ദേശം ഇവിടെ നിന്നും പട്ടം സ്വീകരിച്ചപ്പെട്ടുള്ള വൈദികരുടെ മിഷന്റെ പ്രവർത്തനമാണ്. കുട്ടപ്പേട് എല്ലാ വൈദികരുടെയും മാതൃമാണ്. നല്ല ഇടയനായിഷയെ പോലെ ദൗത്യം നിർവഹിക്കുന്ന നല്ല വൈദികർക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് സെമിനാരി. ഈ സെമിനാരി വൈദികരുടെ പ്രത്യേകമായ കടമയാണ് നിത്യവിരാധന ഈശോയെ പോലെ പഠിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും നയിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഓരോ വൈദികൻ്റെയും കടമ. അങ്ങനെയാണ് ഓരോ വൈദികനും പേർ ക്രിസ്തുവായിട്ട് അറിയപ്പെടുക. നമ്മളോട് ഇപ്പോൾ ചേർന്നത് അഭിവന്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവാണ്. പിതാവ് ഈ സെമിനാരിയുടെ ജൂബിലി വർഷത്തിൽ പിതാവിൻ്റെ മനസ്സിൽ ഈ ജൂബിലി വർഷവുമായിട്ട് കാണുമ്പോൾ ഒന്ന് പങ്കുവയ്ക്കാവോ? എന്താണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ? കുന്നോത്ത് മേജർ സെമിനാരിയുടെ രജത ജൂബിലി ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ മലബാറിലുള്ള ഒരു മേജർ സെമിനാരിയാണ് ഈ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി. അനേകം വൈദികർക്ക് സഭയ്ക്ക് സേവനം ചെയ്യാനും ശുശ്രൂഷ ചെയ്യാനും ഈ മേജർ സെമിനാരി പരിശീലനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ആഗോള സഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കും നല്ല വൈദികരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം കൂടുതൽ വൈദികർ നമ്മുടെ ഈ സെമിനാരിയിൽ നിന്ന് പരിശീലനം ലഭിച്ച് ഈ സഭയ്ക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശീലനത്തിൽ പങ്കെടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും മറ്റെല്ലാ ഉപകാരികളെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വലിയ ഒരു സംഭാവനയാണ്
ആത്മായ സഹോദരങ്ങളും വൈദികരും സന്യസ്തരും ഒരുമിച്ചാണല്ലോ സഭയെ മുന്നോട്ട് നയിക്കുന്നത്. അത് സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നന്ദി. ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയുടെ രണ്ടാമത്തെ റെക്ടറായ ഫാദർ ജിയോ പുളിക്കലച്ച് നമ്മളോടൊപ്പം ചേരുകയാണ്. 25 വർഷമാണ് നമ്മുടെ ഈ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി ഇപ്പോൾ ജൂബിലി ആഘോഷിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു യാത്രയിൽ രണ്ടാമത്തെ റെക്ടറായിട്ട് അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്? വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സെമിനാരി വളർന്ന് ജൂബിലി വർഷത്തിലെത്തി എന്ന് അറിയുന്നതിൽ. വെറുതെ ജൂബിലി വർഷത്തിലെത്തുക മാത്രമല്ല, സെമിനാരിയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി, എല്ലാ കെട്ടിടങ്ങളും പൂർത്തിയായി. ഞാൻ സെമിനാരിയുടെ ചാർജ് എടുക്കുന്നത് 2004 2004 മുതൽ 5 വർഷം സെമിനാരിയുടെ ചാർജ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ റെക്ടറാണ് ഞാൻ. അന്ന് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ എൻ്റെ മുൻ റെക്ടറായ സെമിനാരിയുടെ ഫൗണ്ടർ റെക്ടറായ കുഴിഞ്ഞാലച്ചനെല്ലാം ശരിപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ വിവിധ രൂപതകളിൽ നിന്നുള്ള കുട്ടികളുടെ പ്രവേശനം എല്ലാ രൂപതകളിൽ നിന്നും ആയിരുന്നില്ലെങ്കിലും ചങ്ങനാശ്ശേരി, പാല തുടങ്ങി പല രൂപതകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. ഇത് വളരെ മനോഹരമായൊരു സ്ഥലമാണ്, വളരെ ഏകാന്തമായ സ്ഥലമാണ്. തോട്ടത്തിൻ്റെ നടുക്കാണ്, പുഴയുടെ തീരത്താണ്. പ്രകൃതി ഭംഗി അങ്ങേയറ്റം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. നല്ല സൗഹൃദത്തോടെ ഞങ്ങൾ ഈ 5 വർഷം, എൻ്റെ റെക്ടർഷിപ്പിൽ 5 വർഷം വളരെ ഭംഗിയായിട്ട് പോയി എന്നാണ് എൻ്റെ വിചാരം. ഏതായാലും എനിക്ക് വളരെ സന്തോഷമാണുള്ളത്. ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. 5 വർഷത്തിന് ശേഷം ഞാൻ മറ്റൊരു ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്ക് പോയി. അപ്പോൾ ഫാദർ ആനിക്കുഴിക്കാട്ടിലാണ് അടുത്ത റെക്ടറായിട്ട് ചാർജ് എടുത്തത്. സെമിനാരി ഇപ്പോൾ 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സെമിനാരിയിൽ ഇപ്പോൾ നിറയെ കുട്ടികളുണ്ട്. വിവിധ എല്ലാ രൂപതകളിൽ നിന്ന് തന്നെ ഏറെക്കുറെ കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് വിവിധ സഭകളിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വളരെ നല്ല മികച്ച അധ്യാപകരാണ് ഇവിടെയുള്ളത്. നല്ല സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി പോകുന്ന, നല്ല കൂട്ടായ്മയിൽ പോകുന്ന ഒരു സെമിനാരിയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. എൻ്റെ കാലത്തും അതായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സെമിനാരിക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. നമ്മുടെ ഈ ജൂബിലി ആഘോഷ പരിപാടികളുടെ കൺവീനർ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. അബ്രഹാം നെല്ലിക്കിളച്ചനാണ്. അച്ഛാ, ഈ ജൂബിലി ആഘോഷങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. അപ്പോൾ അച്ഛനെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സംഘാടന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് ഗുഡ്നസ് വീക്കുണ്ടെന്ന് പറയാമോ? ശരിക്കും ഞങ്ങളുടെ ജൂബിലിയുടെ ആരംഭമാണ് ഇന്ന്, ഇനോഗ്രേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഈ 1 വർഷത്തേക്ക് നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആത്മീയമായിട്ടൊരുക്കമുണ്ട്, ഭൗതികമായ ഒരുക്കങ്ങളുണ്ട്. ഇന്നതിൻ്റെ ഇനോഗ്രേഷൻ നടത്തുകയാണ്. പിതാക്കന്മാർ 4 പേര് എന്തായാലും എത്തിയിട്ടുണ്ട്. അഭിമന്യ തട്ടിൽ പിതാവുണ്ട്, പമ്പളാനി പിതാവുണ്ട്, വലിയമറ്റം പിതാവുണ്ട്, പണ്ടാശ്ശേരി പിതാവുണ്ട്. കമ്മീഷൻ മെമ്പേഴ്സാണ് അവർ. തട്ടിൽ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഈ സെമിനാരിയിലേക്ക് പിതാവ് എലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് ഓടി വന്നു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ പിതാവിൻ്റെ കൂടെ തൃശ്ശൂർ മേജർ സെമിനാരിയിൽ അദ്ദേഹം റെക്ടറായിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ സ്നേഹവും അടുപ്പമുണ്ട്. പിന്നെ ബഹുമാനോട് ചാണിക്കുഴിയച്ചനുമായിട്ടും വലിയ സ്നേഹം തട്ടിൽ പിതാവിനുണ്ട്. പാമ്പാനി പിതാവിൻ്റെ പ്രത്യേകമായ പരിലാളന ഈ സെമിനാരിക്കുണ്ട്. വലിയമറ്റം പിതാവിന് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അവരുടെ എല്ലാ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഞങ്ങളുടെ സെമിനാരിക്കാർ ഇതിനുവേണ്ടി വളരെയധികം ഒരുങ്ങിയിട്ടുണ്ട്. അവർക്കൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലബാറിലെ ഒരു സെമിനാരി എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്കറിയാലോ, നമ്മൾ മലബാറുകാരാണ്, സ്വപ്നം കാണാൻ പറ്റാതിരുന്നൊരു കാര്യം യാഥാർത്ഥ്യമായി എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതായാലും ഈ 1 വർഷക്കാലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരുക്കത്തിന് പല പരിപാടികൾ ഞങ്ങളുടെ ഹൗസിൻ്റേതായിട്ടുള്ള രീതിയിൽ പുറത്തോട്ടും ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇടവുകളിലേക്കൊക്കെ ആയിട്ട്. അത് ക്രമേണ അതിൻ്റെ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. നല്ലിടയൻ സെമിനാരി എന്ന് പറയുന്നത് ഈശോ നല്ലിടയനാണ്. ഞങ്ങളുടെ കുട്ടികളെല്ലാവരും അതുപോലെ നല്ലിടയന്മാരായി തീരണമെന്നൊരു ദാഹമാണ് ഞങ്ങളുടേത്. ആ ഒരു ഇമേജ്, നല്ലിടയനായ ഈശോയുടെ ഒരു ചിത്രം അവരുടെ മനസ്സിൽ പതിക്കാനായിട്ട് ഓരോ ദിവസവും ഞങ്ങളുടെ ക്ലാസ്സുകളും ഞങ്ങളുടെ മാതൃകയും അതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലികളും രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ സെമിനാരിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് സെമിനാരി റെക്ടറേഴ്സിനായിരിക്കുന്ന ജേക്കബ് ചാണക്കുഴിച്ചാണ് നമ്മളോട് ചേരുന്നത്. അച്ഛാ, ഈ സന്തോഷ നിമിഷത്തിൽ അച്ഛന് ഈ സെമിനാരിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ജൂബിലിയെക്കുറിച്ചും ഒരു ആശംസ, ഒരു വാക്ക് പറയാമോ?
2000 ആണ്ട് സെപ്റ്റംബർ 1-ാം തീയതി കാനൂനികമായിട്ട് ഇറക്റ്റ് ചെയ്യപ്പെട്ട സെമിനാരിയുടെ 25ാം ജൂബിലി, സിൽവർ ജൂബിലി ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈശോയോടൊപ്പം ജൂബിലി ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭ 2024-25 ഈശോയുടെ സഹസ്രോത്ര സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. 2025 വാർഷികം ഈശോയുടെ ജനിച്ചതിന്റെ. അപ്പം നല്ലിടയനായ ഈശോയുടെ പേരിലാണ് ഈ സെമിനാരി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഈ നല്ലിടയനായ ഈശോയുടെ കൈപിടിച്ച് ഈ നല്ലിടയൻ സെമിനാരി ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആധ്യാത്മികവും ബൗദ്ധികവും സാമൂഹികവും മാനുഷികവുമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. നല്ലിടയനായ ഈശോയുടെ അനുഗ്രഹത്താൽ ഇതെല്ലാം ഭംഗിയായി ക്രമീകരിക്കപ്പെടുമെന്നും അതുവഴി ഞങ്ങളുടെ സെമിനാരി കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനത്തിനുള്ള വേദിയായി തീരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും ആഗ്രഹവും പ്രാർത്ഥനയും. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്ന ജോർജ് കുഴിപ്പള്ളി അച്ഛനാണ് നമ്മളോട് ചേരുന്നത്. അച്ഛൻ, ഈ ജൂബിലി ആഘോഷിക്കുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഈ സമയത്ത് ഇതിന് നേതൃത്വങ്ങൾ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ആഘോഷങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പരിപാടികളെക്കുറിച്ചും എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഗുഡ്നസ് ടിവിക്ക് പറയാമോ? തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയുടെ 25ാം വർഷം ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്നൊരു പരിപാടിയാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ആദ്യം ഈ കഴിഞ്ഞ 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതി ഒരു വർഷം കൊണ്ട് ബൈബിള് വായിച്ച് തീർക്കുക എന്നുള്ളൊരു പദ്ധതിയോടുകൂടി ഞങ്ങൾ ബൈബിൾ പ്രതിഷ്ഠ നടത്തി ആരംഭിച്ചു. അതോടൊപ്പം വിവിധങ്ങളായ പരിപാടികൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെമിനാരിക്കാരുടെ ആത്മീയമായ, ഭൗതികമായ, കലാപരമായ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു ഇന്റർ സെമിനാരി കലാ മത്സരങ്ങളും സ്പോർട്സ് മത്സരങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തർദേശീയ സെമിനാർ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തത്വശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനും പുസ്തകങ്ങൾ ഇറക്കുവാനും ഈ ഒരു വർഷം ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ബ്രദേഴ്സ് എല്ലാം എല്ലാ വെള്ളിയാഴ്ചയും ഫാസ്റ്റിംഗ് എടുത്ത് അതിൻ്റെ പണം കൊണ്ട് ഞങ്ങളൊരു വീട് വെച്ച് കൊടുക്കുവാനായിട്ട്, പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കുവാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള സെമിനാരിയുടെ ചുറ്റുപാടുള്ള സാധുക്കളായ ആളുകൾക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഡെസ്റ്റിറ്റ്യൂട്ട്സിനെ ഒരു ദിവസം ഇവിടെ സെമിനാരി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഒരു ദിവസം ഞങ്ങളുടെ സെമിനാരിക്കാർ അവർക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മലബാറിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ ഗുഡ് ഷെപ്പേർഡ് സെമിനാരി എന്ന ഒരു തീമിലാണ് ഞങ്ങൾ ഈ വർഷത്തെ മുഴുവൻ പരിപാടികളും ക്രമീകരിച്ചിരിക്കുന്നത്. സമാപനം ഓഗസ്റ്റ് മാസത്തിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗുഡ്നസ് TV ഈ ദിവസം ഇവിടെ വന്ന് ഇത് ലൈവ് ചെയ്യുവാനും ഞങ്ങളോട് സഹകരിക്കുവാനും കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പം മിഷൻ ലീഗ് സംഘടനയുടെ ഡയറക്ടറും ഈ ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയിൽ പരിശീലനം നേടുകയും ചെയ്ത വിപിൻ വടക്കേപ്പറമ്പിലച്ഛനാണ്. അച്ഛൻ്റെ ഈ സെമിനാരി ജീവിതത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ കുന്നോത്ത് നല്ലിടയൻ സെമിനാരി അതിന്റെ സിൽവർ ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സെമിനാരിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നിലയിൽ എനിക്കേറെ സന്തോഷവും അതിലുപരി അഭിമാനമുണ്ട്. ഈ കുന്നോത്ത് സെമിനാരിലാണ് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഫിലോസഫി പഠനവും അതുപോലെ തന്നെ തിയോളജി പഠനവും പൂർത്തിയാക്കി വൈദികനായി തീർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാതൃഭവനത്തോട് വലിയൊരു കടപ്പാടും ഹൃദയത്തിൽ ഏറെ നന്ദിയുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നല്ലിടയ ഭവനം അതിന്റെ സിൽവർ ജൂബിലിയിലേക്ക് 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ നല്ലിടയ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഫിലോസഫി ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് തിയോളജി ബ്ലോക്ക്, അതുപോലെ മനോഹരമായ ചാപ്പല്, ഡീക്കൻസ് ക്വാർട്ടേഴ്സ് ഒക്കെ പണിത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മനോഹരമായ ഓഡിറ്റോറിയം കൂടി പണിത് പൂർത്തിയാകുമ്പോൾ എല്ലാ സംവിധാനങ്ങൾ, ലൈബ്രറി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഈ സെമിനാരിയെക്കുറിച്ച് ഏറെ അഭിമാനവും സന്തോഷമുണ്ട്. കേരളത്തിന്റെ വിവിധ രൂപതകളിൽ എന്റെ ബാച്ചുമായി അതിനു മുമ്പും ശേഷമൊക്കെ ആയിട്ട് പഠിച്ച ഒത്തിരി പ്രഗത്ഭരായ വൈദികര് ഈ കുന്നോത്ത് സെമിനാരിയുടെ മക്കളായിട്ട് ഇവിടെ പരിശീലനം പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും അഭിമാനകരമാണ്. ഭാരതത്തിന് പുറത്തും കേരളത്തിന്റെ വിവിധ രൂപതകളിലും അതുപോലെ തന്നെ കേരളത്തിന്റെ
വിവിധ രൂപതകളിലെ പ്രഗത്ഭരായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായിട്ടുള്ള വൈദികര് ഈ കുന്നോത്ത് സെമിനാരിയുടെ പഠനം പൂർത്തിയാക്കിയവരായിട്ടുണ്ട് എന്നുള്ളത് ഈ സിൽവർ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ ഓർക്കാവുന്ന കാര്യമാണ്. ഞങ്ങളെ പരിശീലിപ്പിച്ച മുൻ റെക്ടറച്ചമാര്, അതുപോലെ സെമിനാരിയിലെ ഗുരുഭൂതരായിട്ടുള്ള വൈദികര്, ഞങ്ങളുടെ സഹപാഠികളെല്ലാവരെയും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഓർക്കുകയും ഈ ഗുഡ് ഷെപ്പേർഡ് സെമിനാരിക്ക് ഇന്ന് നല്ലിടയന്റെ ആലയത്തിന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. നമ്മുടെ കുന്നോത്ത് മേജർ സെമിനാരിയുടെ ഈ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്ത വേളയിൽ അച്ഛൻ എന്ത് തോന്നുന്നു? അച്ഛന്റെ മനസ്സിൽ വരുന്ന ചിന്തകളൊന്ന് പങ്കുവയ്ക്കാമോ? കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാരി സീറോ മലബാർ സഭയുടെ അഭിമാനമാണ്. അതിലുപരി തലശ്ശേരി അതിരൂപതക്കാർക്ക് ഒരു വികാരം തന്നെയാണിത്. സീറോ മലബാർ സഭയുടെ ചൈതന്യവും പാരമ്പര്യവും വിശ്വാസ ആഴങ്ങളും സമൂഹത്തിന് പടർത്തി കൊടുക്കേണ്ടത് ഈ സഭയിലെ വൈദികരുടെ ഉത്തരവാദിത്തമാണ്. നല്ല വൈദികര്, നല്ല ഇടയന്മാരുണ്ടായാലേ ദൈവജനത്തിന് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാൻ സാധിക്കുകയുള്ളൂ. ഈ സഭയുടെ ഒരു പ്രത്യേകതയാണ് ഈ സഭയിൽ ധാരാളം നല്ല വിശുദ്ധരായ വൈദികരുണ്ടെന്നുള്ളത്. അതിന് കാരണമാകുന്നത് നല്ല സെമിനാരികളാണ്. കേരളത്തിൽ തന്നെ ഈ തലശ്ശേരി അതിരൂപതയിൽ ഗുഡ് ഷെപ്പേർഡ് സെമിനാരി സീറോ മലബാർ സഭയുടെ സെമിനാരി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ സഭയ്ക്ക് അഭിമാനിക്കാം. വളരെ നല്ല വിശുദ്ധരായ വൈദികരെ ഇവിടെ വാർത്തെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയുടെ ജൂബിലി ഈ സഭാ സമൂഹത്തിന് മുഴുവൻ വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ ഈ സഭയിലെ വിവിധ സംഘടനകൾ, മിഷൻ ലീഗ്, യൂത്ത്, KCYM, SMYM, അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും ഇതിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഈ സഭയുടെ ഉന്നതിക്ക് വേണ്ടിയാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നല്ല വൈദികർ വാർത്തെടുക്കുവാൻ ഈ സെമിനാരിക്ക് ഇനിയും കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. ഈ സെമിനാരി ഇന്ന് ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ സെമിനാരിയെ ഇത്തരത്തിൽ വളർത്തിയെടുത്ത അനേകം സുമനസ്സുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർക്കണം. അനേകം അൽമായരുടെ വിയർപ്പ് ഈ മണ്ണിൽ വീണിട്ടുണ്ട്. ഇവിടെ ഇത്തരമൊരു നല്ല സംവിധാനം ഉണ്ടാക്കുവാൻ സഭയിലെ സഭാഗാത്രത്തിലെ അംഗങ്ങളാണ് സഹായിച്ചത്. അതുപോലെ നമ്മളെ സഹായിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. വിദേശത്തു നിന്നാണേൽ റോട്ടംബുർഗ് രൂപതയുടെ സംഭാവനയാണ് ഇവിടുത്തെ മനോഹരമായ ചാപ്പല്, ഡീക്കൻസ് ബ്ലോക്ക്, അതുപോലെ സെമിനാരി സംവിധാനങ്ങൾ, മറ്റ് പല സംവിധാനങ്ങൾ. അതൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ത്യാഗോജ്ജലമായ സംഭാവനകളെ നന്ദിയോടെ ഇവിടെ വസിക്കുന്നവരോർക്കണം. അതുപോലെ ഇവിടെ രൂപീകരണം നേടി പുറത്തുപോയ വൈദികരോർക്കണം. ഇതൊക്കെ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഈ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നന്ദിയുടെ ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ സംവിധാനം ഇത്ര നന്നായി ഇവിടെ ഒരുക്കി വയ്ക്കുവാനും ഈ സഭയുടെ ഉന്നതിക്ക് വേണ്ടി തുടർന്നും കൈകോർക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയുടെ ജൂബിലിയിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലും എല്ലാവിധ പിന്തുണയും ഈ സെമിനാരിക്ക് ഉണ്ടാകുമെന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.